തൂക്കുപാലത്തെത്തുന്നവർ ഒന്നമ്പരക്കും. റോഡിൽ വലിയ കുഴിയും കുഴി നിറയെ വെള്ളവും. റോഡിൽ മീൻകുളമോ അതോ സ്വിമ്മിംഗ് പൂളോ എന്ന് ചിന്തിച്ചു നിൽക്കുന്നവർക്ക് പ്രദേശവാസികൾ പറഞ്ഞുകൊടുക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന. ഇത് കമ്പംമെട്ട് വണ്ണപ്പുറം ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി തൂക്കുപാലം ടൗണിലെ കലുങ്ക് പുനർനിർമ്മിക്കാൻ പൊളിച്ചിട്ടതാണെന്ന് 1.5 മാസത്തോളമായി. ഇപ്പോൾ കുഴിയിൽ നിറയെ മലിനജലവും കൊതുകും. തിരക്കേറിയ തൂക്കുപാലം ടൗണിന്റെ ഹൃദയഭാഗത്താണ് കലുങ്ക് നിർമ്മിക്കാൻ കുഴിയെടുത്തത്. കുഴിയിൽ നിറയെ ഓടയിലെ മലിനജലം നിറഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായെങ്കിലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. തൂക്കുപാലത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം ഓടയിലേക്ക് തുറന്നുവിടുന്നതായി മുൻപ് കണ്ടെത്തിയിരുന്നു. പഞ്ചായത്ത് അധികൃതർ പിഴ ഈടാക്കിയെങ്കിലും ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഇപ്പോഴും ഓടയിൽ ഒഴുക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. തൂക്കുപാലം ടൗൺ എന്ന് പറയുന്നത് പട്ടം കോളനി മേഖലയുടെ ആസ്ഥാനമാണ്. ഏതാണ്ട് 25 കിലോമീറ്ററിനുള്ളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന പ്രദേശവുമാണ് ഇവിടെ. ഇപ്പോൾ ആരോടോ ആർക്കോ ഉള്ള ശത്രുത തീർക്കുന്നതിന് വേണ്ടി തൂക്കുപാലം ടൗണിലെ പ്രധാനപ്പെട്ട ഒരു റോഡിലെ കലുങ്ക് ന്യൂസിലാൻഡിന്റെ ഭാഗത്ത് പൊളിച്ചിട്ടിരിക്കുക. ഇത് പണിയുന്നത് സംബന്ധിച്ച് യാതൊരു നടപടിയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. തൂക്കുപാലത്തെ സംബന്ധിച്ച് പറയുമ്പം വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതിന് മറ്റൊരു ഹെൽപ്പ് റോഡുകളില്ല. ആകെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ഇവിടെ ഇപ്പം മീൻ വളർത്തേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി തന്നെ തൂക്കുപാലം ടൗണിലെ റോഡിൽ മീൻ വളർത്താനുള്ള സംവിധാനം ഒന്നില്ലെങ്കിൽ PWD ഏർപ്പെടുത്തുക, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തൂക്കുപാലം ടൗണിന്റെ വികസനം നടപ്പിലാക്കണം. ചില ആളുകൾ ടൗൺ വികസനം നടപ്പിലാക്കുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓടയിൽ നിന്നുള്ള മാലിന്യം ഒഴുകിയെത്തുന്നത് കല്ലാർ പുഴയിലേക്കാണെന്നും പ്രദേശവാസികൾ പറയുന്നു. മലിനജലം നിറഞ്ഞ ടൗണിലെ കുഴി ഒരേ സമയം അപകട ഭീഷണിയും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാൻ ഇടയുണ്ടായിട്ടും ആരോഗ്യ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും മൗനം പാലിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. തിരക്കേറിയ ടൗണിലെ ഇപ്പോഴത്തെ ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം ഇതേ കുഴിയാണെന്ന് ഡ്രൈവർമാരും പറയുന്നു. കലുങ്ക് നിർമ്മാണം എന്ന് ആരംഭിക്കുമെന്നതിലും വ്യക്തതയില്ല. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ ഓണക്കാലത്ത് മനസ്സിനിണങ്ങിയ ഫർണിച്ചറുകൾ ഡിസ്കൗണ്ട് വിലയിൽ തിരഞ്ഞെടുക്കാം. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, കട്ടപ്പന. 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും വുഡ്പെക്കറിന്റെ ഓണ സമ്മാനം. ഏവർക്കും വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്ററിന്റെ തിരുവോണാശംസകൾ. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന.